മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പുതിയ ഫ്ലൈ ഓവർ വരുന്നു. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ എത്തിയ മന്ത്രി KN ബാലഗോപാലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മഹാപ്രളയത്തിൽ തകർന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഉള്ള നടപടികൾ വേഗത്തിലാക്കും. വിനോദസഞ്ചാരികളുടെ പറുദീസയായ മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കിഫ്ബി സഹായത്തോടെയാണ് ഫ്ലൈ ഓവർ നിർമ്മിക്കുക. ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജ് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും മൂന്നാറിന്റെ പ്രത്യേകതകളനുസരിച്ചുള്ള കോഴ്സുകൾ കോളേജിൽ തുടങ്ങുമെന്നും ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കുറച്ചുകൂടി നല്ലൊരു ഫെസിലിറ്റിയും സൗകര്യങ്ങളും വരിക, കോഴ്സുകൾ വരിക, കുറച്ചുകൂടെ പുതിയ സൗകര്യങ്ങൾ, ഇൻക്യുബേഷൻ സെൻറ്റർ, ഇൻഡസ്ട്രി ആയിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ, പുതിയ എന്തൊക്കെ തരം കോഴ്സുകൾ തുടങ്ങാൻ പറ്റും, പുതിയ ഈ മൂന്നാറിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ടൂറിസം ഉൾപ്പെടെയുള്ള പല മേഖലകളിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളുടെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നേരത്തെ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് മനസ്സിലാക്കാവുന്ന വെച്ചാൽ ഒന്നാണ്. മൂന്നാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെട്ടിടം വേഗത്തിൽ നിർമ്മിക്കാനുള്ള അപേക്ഷ SFI അംഗം നൽകി. ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിടം ഉടൻ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംബന്ധിച്ച് അത് പുതിയ കെട്ടിടമാണ് അവരുടെ ആവശ്യം. നേരത്തെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതാണ്. അപ്പോൾ അതിന് ഏറ്റവും അടിയന്തരമായിട്ട് അവിടെ കെട്ടിടം നിർമ്മിക്കും. അത് നേരത്തെ ആലോചിച്ചാണ് MLA ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് ബാക്കി എല്ലാ കാര്യമായി കഴിഞ്ഞാൽ അവിടെ കെട്ടിടം അടിയന്തരമായിട്ട് വരും. അതിനകത്ത് വേറെ ബുദ്ധിമുട്ടില്ല. വിവിധ മേഖലകളിലെ വികസന പ്രവൃത്തികളുടെ അവലോകനത്തിന്റെ ഭാഗമായി മൂന്നാറിലെ എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, ദേവികുളം CHSE എന്നിവിടങ്ങൾ മന്ത്രി സന്ദർശിച്ചു. ദേവികുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. സന്ദർശനത്തിൽ മന്ത്രിയോടൊപ്പം അഡ്വക്കേറ്റ് A. രാജ MLA, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ്, ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.